പൊതുവേ ഇന്ത്യൻ സിനിമയിൽ ഈ പറയുന്ന തേജാവു, ത്രീ ഡൈമെൻഷൻ അതുപോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള കോൺസെപ്റ്റുകളൊന്നും അത്ര ക്ലീനായിട്ട് ചെയ്യാറില്ല. അതായത് എങ്ങനെ അനാവശ്യമായിട്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ പൊതുവേ കൊണ്ടുവരാറുള്ളൂ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റിമറിച്ച് ചിന്തിപ്പിച്ചൊരു സിനിമയായിരുന്നു ജീവ അഭിനയിച്ച ഡാർക്ക് എന്ന് പറയുന്ന സിനിമ. ആ പടം എന്ന് വെച്ചാൽ ഒരു പക്ക ക്ലീനായിട്ടുള്ള പടമാണ്. പടത്തിനകത്ത് കോമഡി ഉണ്ടോ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഡയലോഗ് പോലും ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി അങ്ങനെ ആ ഒരു രീതിയിലൊന്നും ആ പടത്തിലില്ല. അതായത് നമ്മളെ എന്ത് അവിടെ വേണോ അത് തന്നിട്ടുണ്ട് ഡയറക്ടർ ആ കാര്യം അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലത്തെ ഒരു സിനിമ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്. സിനിമയുടെ പേര് ഹൗസ് മേറ്റ്സ് എന്നാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഫ്ലാറ്റിൽ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നു. ആ ഫ്ലാറ്റിലോട്ട് താമസം മാറുന്നു അവർ. അങ്ങനെ ആ വീട്ടിൽ വെച്ച് അതായത് ആ ഭാര്യയ്ക്ക് ആ പെൺകൊച്ചിന് കുറേ ആ വീട്ടിൽ എന്തൊക്കെയോ അനാവശ്യമായിട്ട് നടക്കുന്ന പോലെ, അതായത് എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ ആ പെൺകൊച്ചിന് തോന്നുന്നു. അങ്ങനെ പക്ഷേ ആ പെൺകൊച്ച് പല വട്ടമായിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ നോക്കുന്നതും എന്നിട്ട് പടം പോകുന്നൊരു രീതിയുണ്ട്. അതായത് പടത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ടെസറാക്ട്, അതുപോലെ തന്നെ ഈ ഡൈമെൻഷൻ നമ്മൾ പറയത്തില്ലേ, അതായത് രണ്ട് കാലഘട്ടങ്ങളിലുള്ളവർ ആ ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതിനെയാണ് ബേസിക്കലി പടം കാണിച്ചു തന്നേക്കുന്നത്. എനിക്ക് പേഴ്സണലി പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഫാൻറ്റസിയും കോമഡി എന്ന് പറഞ്ഞാൽ പോലും അനാവശ്യമായിട്ടൊന്നുമില്ല. അതായത് ഇവർക്കിടയിൽ നടക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ കുറച്ച് ഫണ്ണിയായിട്ട് കാണിക്കുന്നതല്ലാതെ അനാവശ്യമായിട്ട് ചുമ്മാ കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി എന്തിനാണ് ഈ ഒരു കോൺസെപ്റ്റിനെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളും അനാവശ്യമായിട്ട് ഈ സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റാണ് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പടം കണ്ടു തുടങ്ങിയപ്പോഴേ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഈ ഒരു കോൺസെപ്റ്റ് ഇവരെങ്ങനെ ഈ പടത്തിൻ്റെ അവസാനം കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ പടം ക്ലൈമാക്സ് അലമ്പാവൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ലായിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്ലൈമാക്സൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ക്ലൈമാക്സൊക്കെ നിങ്ങൾ ഒരുപാട് ഹൈപ്പിലൊന്നും പടം പോയി കാണരുത്. 2 മണിക്കൂറുണ്ട് പടം. 2 മണിക്കൂർ 6 മിനിറ്റോ 7 മിനിറ്റോ സംതിങ് ഉണ്ട്. ആ 2 മണിക്കൂറും നിങ്ങളെ ഒരു സെക്കൻഡ് പോലും നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. ഭയങ്കര രസമായിട്ടാണ് പടം പോകുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ അവരിങ്ങനെ വളച്ച് കെട്ടി ഒന്നുമില്ല. അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നോ അതവർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പടം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കൂടുതലും ഇതിൻ്റെ ബാക്കിയുള്ളവരോട് പോയി റിവ്യൂ ഒക്കെ ചോദിച്ച് കൊള്ളാവോ കൊള്ളത്തില്ല എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊന്നും നിൽക്കാതെ സ്വയമായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും എല്ലാവരും അഭിപ്രായം പറ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവസാനം ഈ ഒരു രീതി കണ്ട പടം, എനിക്ക് ഈ പടം കണ്ട് ഒരു പകുതിയൊക്കെ ആയപ്പോഴേ ഞാൻ ആലോചിച്ചത് ഡാർക്ക് എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം ആ ഒരു പടമായിരുന്നെന്ന് തോന്നുന്നു അവസാനമായിട്ട് തമിഴിൽ നിന്ന് ഇതുപോലത്തെ ഈ ഒരു കോൺസെപ്റ്റ് പടം കണ്ടത് എനിക്ക് തോന്നുന്നു ഡാർക്കായിരുന്നെന്ന് തോന്നുന്നു. പടം എന്തായാലും നൈസാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഹൊറർ കോമഡിയാണ് പടം, അല്ലെന്നല്ല. പക്ഷേ ഹൊറർ കോമഡി അല്ല, ആ ഒരു രീതി. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ തേജാവു എന്ന് പറയുന്ന കണക്ക് ഇവരിതിൻ്റെ അകത്ത് ഈ ഡൈമെൻഷൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. പടം നല്ല രസമുണ്ട്, അങ്ങനെ വേണം പറയാൻ. ഭയങ്കര മാരകമാണെന്നല്ല, പടം നല്ല രസമുള്ള പടമാണ്. കണ്ടിട്ട് കമൻ്റായിട്ട് പറ. ശരി, എന്നാൽ ബൈ.